അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ സമയമല്ല. ജില്ലാ കമ്മിറ്റി സയ്യിദുൽ ഉലമാക്ക് സമർപ്പിച്ച ഉപഹാരമാണ് ഈ കാണുന്നത്. തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ നീണ്ടു നിൽക്കുന്ന ശതാബ്ദി സന്ദേശയാത്ര എല്ലാ ജില്ലകളിലും വളരെ മഹത്തായ സ്വീകരണങ്ങൾ നൽകിക്കൊണ്ടാണ് മുന്നോട്ട് വന്നത്. ഞങ്ങൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സ്വീകരണം നൽകപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലാണ്. കാരണം ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുന്ന വാതിലിൽ എഴുതി വെക്കപ്പെട്ടത് സാഫറ ജമാഅത്തും മിനൽ അറബി ഇലൽ ഹിന്ദ് ലിഇമാറത്തിൽ മസാജിദി വ ഇൽഹാരി ദീനിൽ ഇസ്ലാം. രണ്ട് കാര്യങ്ങൾക്കാണ് സഹാബത്ത് കേരളത്തിൽ വന്നത്. ഒന്ന്, പള്ളികൾ നിർമ്മിക്കുക, അത് കേന്ദ്രീകരിച്ച് ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്തുക. ഇന്ന് നമുക്ക് പറയാനുള്ളത് ഈ ഉപഹാരത്തിലുള്ളത് മദീനയുടെ ചിത്രവും നമ്മുടെ കാസർഗോഡ് പള്ളിയുടെ ചിത്രവുമാണ്. സഹാബത്ത് മദീനയിൽ നിന്ന് ഹിജ്റ 5 തന്നെ ഇന്ത്യയിൽ അള്ളാഹുവിന്റെ ദീനെത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ കാസർഗോഡ് കൊടുക്കപ്പെട്ട സ്വീകരണം നമ്മളല്ല കൊടുത്തത്. യഥാർത്ഥത്തിൽ മഹാനായ സഹാബി മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. സമസ്തക്ക് 100 വർഷം തികയുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്ന ശംസുൽ ഉലമ കിടക്കുന്നത് മഹാനായ ബരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചാരത്താണ്. ഒരംഗീകാരമാണത്. ഈ കാസർഗോഡ് മാലിക് ദീനാർ പള്ളിയുടെ കമ്പൗണ്ട്, ഈ സ്ഥലം സാധാരണ ഈ മാലിക് ദീനാർ തങ്ങളുടെ ഉറൂസിന് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്നതാണ്. അത് സത്തക്ക് അംഗീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മഹാന്മാരായ സഹാബത്ത് ഇൽഹാരി ദീനിൽ ഇസ്ലാം എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ദീനിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ 100 വർഷം തികയുമ്പോൾ സമസ്ത മാത്രമേ അതിന് അർഹതയുള്ളൂ എന്ന് മാലിക് ദീനാറിന്റെ മണ്ണിൽ അതിന് സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം ഇവിടെ കിടക്കുന്ന സഹാബിയ, അവര് കൊണ്ടുവന്ന ദീൻ, അവരാണ് ഈ സ്ഥലം ഇവിടെ അനുവദിക്കുന്നത്, അവരാണ് ഇത് നിയന്ത്രിച്ചത്, അവരാണ് ഈ സ്വീകരണം നൽകിയത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് പറയാനുള്ളത്, സമ്മേളനം ഫെബ്രുവരി 4, 5, 6, 7, 8 അത് വിജയമാക്കാനൊന്നും ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എല്ലാവരും സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കണം, പ്രവർത്തകരാവണം എന്ന് മാത്രം പറഞ്ഞ് അള്ളാഹു എല്ലാം ഹൈറിലും റാഹത്തിലും ആക്കി തരട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.